ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിനാധാരമായിട്ട് സങ്കീർത്തനം 106 30 വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ ഫിനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലായി. ഇവിടെ ഒരു മനുഷ്യൻ നടത്തിയ ഒരു ശിക്ഷ മുഖാന്തരം ദൈവത്തിൻ്റെ തീഷ്ണതയോടെ, ദൈവത്തിൻ്റെ എരിവോടെ ഒരു മനുഷ്യൻ എഴുന്നേറ്റത് നിമിത്തം ഇസ്രായേൽ സഭയിൽ ഉണ്ടായ ഒരു ബാധ നിർത്തപ്പെട്ടു. ഈ ബാധയ്ക്ക് കാരണമായി തീർന്നത് ഒരു കള്ളപ്രവാചകനാണ്. ഇന്ന് സഭയിലും സഭാ സമൂഹങ്ങളിലും കടന്നുകൂടുന്ന ഇങ്ങനെയുള്ള കള്ള ദീർഘദർശിമാരെ, കള്ളപ്രവാചകന്മാരെ നമുക്ക് നിറയെ കാണുവാനായിട്ട് സാധിക്കും. ആദിമ സഭയിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്തും സഭകളിൽ നുഴഞ്ഞു കയറി വരുന്ന കള്ളപ്രവാചകന്മാരെ അവിടെയും ഇവിടെയും എല്ലാം ഉണ്ട്. അവർ വലിയ നേതാക്കന്മാരുടെ സ്ഥാനത്തിരിക്കുകയും വലിയ ഉയർന്ന പദവികളിൽ ഇരുന്നുകൊണ്ട് അവർ സഭകളെ നിയന്ത്രിക്കുകയും കള്ള ഉപദേശങ്ങൾ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ബാധ ഉണ്ടാകുവാനായിട്ട് കാരണമായി തീർന്നത് ഈ കള്ളപ്രവാചകന് ഒരു ഉപദേശമാണ്. ആ ഉപദേശം ശരിക്കും ഇസ്രായേൽ ജനത്തിനല്ല അവൻ കൊടുത്തത്. ആ ഉപദേശം കൊടുത്തത് ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുവിനാണ് ഇവൻ ഈ ഉപദേശം കൈമാറിയത്. നമുക്കത് സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ നമുക്കത് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ബാധ നടക്കുന്ന സാഹചര്യം, സ്ഥലം എന്നൊക്കെ പറയുന്നത് ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൻ്റെ ഇരുമ്പുലയിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന് അവർ ചെങ്കടലും കടന്ന് ഇപ്പോൾ യോർദാൻ കടന്ന് അവരുടെ സമാപ്തിയിലേക്ക് അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരിപ്പോൾ എരിഹോ സമഭൂമിയിൽ പാളയമടിച്ച് ഇറങ്ങി നിൽക്കുകയാണ്. എരിഹോയാണ് അവരുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ ശിത്തീം എന്ന് പറയുന്ന സ്ഥലത്ത് അവർ വന്ന് ആ സമാന്തരമായ ആ ഭൂമിയിൽ അവർ ടെൻ്റ് അടിച്ച് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സമീപ രാജ്യത്തുണ്ടായിരുന്ന മൊവാബ് രാജാവായിരുന്ന ബാലാക്ക് ഈ ജനസമൂഹത്തെ കണ്ട് അവൻ ഭയന്നു. അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഇവനറിയാം. അവരെ ഒരു വലിയ അസംഖ്യമായ ഒരു ജനം പശു പുല്ല് നക്കി തിന്ന് കളയുന്നത് പോലെ ഇവർ ജനത്തെ തിന്ന് കളയുന്നു എന്ന് പറഞ്ഞ ഭയത്തോടു കൂടി ഈ ബാലാക്ക് നിൽക്കുകയാണ്. ബാലാക്ക് ആകെ ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ബാലാക്ക് ആലോചിച്ചിട്ട് ഒരു രക്ഷയും കിട്ടുന്നില്ല. എങ്ങനെ ഈ ജനത്തെ നശിപ്പിക്കാൻ പറ്റും, എങ്ങനെ ഈ ജനത്തെ പിരിച്ചുവിടാനായിട്ട് സാധിക്കും, ഇവരെ എങ്ങനെ തകർക്കുവാനായിട്ട് സാധിക്കും, പല വഴികളും അവൻ ആലോചിച്ചു. അവൻ്റെ ബലം കൊണ്ട് അത് സാധിക്കില്ലെന്ന് അവന് മനസ്സിലായി. കാരണം കഴിഞ്ഞ ഇടത്ത് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു കൊണ്ടുവരുന്ന മഹാത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അവൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ യോർദാൻ കടന്നു വന്ന കാര്യങ്ങളൊക്കെ അവനറിയാം. അവരോട് കൂടി ഇരിക്കുന്ന ദൈവം ചെയ്ത വീര്യപ്രവൃത്തികളെക്കുറിച്ച് അവനറിയാം. അതുകൊണ്ട് അവൻ ആലോചിച്ചു, ഇതെങ്ങനെ ഇവരെ തകർക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവൻ ഒരു കള്ളപ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. അവൻ്റെ പേരാണ് ബിലയാം. അപ്പോൾ ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് കുറച്ച് മിഥ്യാന്യ പ്രഭുക്കന്മാരെയും അതുപോലെ തന്നെ മോവാബി പ്രഭുക്കന്മാരെയും ഇവൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ആരുടെ അടുക്കിലേക്ക്? ഈ കള്ളപ്രവാചകനായിരുന്ന ബിലയാമിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. അവൻ പ്രവാചകനായിരുന്നു. കള്ളപ്രവാചകനായത് ഈ ബാലാക്കുമായിട്ടുള്ള ബന്ധത്തിലാണ്. അവർ വന്ന് ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അടുക്കൽ വന്നു. ഇവൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ബാലാക്ക് നിന്നെ വിളിക്കുന്നു, നീ ബാലാക്കിൻ്റെ അടുക്കൽ വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു ജനം വന്നിങ്ങനെ കിടക്കുന്നുണ്ട്. അവർ കാട്ടുപോത്തിൻ്റെ ബലമുള്ള ജനമാണ്. അവരവിടെ വന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് ആ ജനത്തെ നശിപ്പിക്കണം. അതിന് നിൻ്റെ സഹായം തേടിയിരിക്കുകയാണ്. ബാലാക്ക് നിന്നെ ബഹുമാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ പുറപ്പെട്ട് വരണമെന്ന് പറഞ്ഞു. ശരി, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്നിവിടെ താമസിക്കുക, ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കട്ടെ, ദൈവം എന്ത് പറയുമെന്ന് ഞാൻ അറിയട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് അവിടെ താമസിക്കാനായിട്ട് അനുവാദം കൊടുത്തു. അപ്പോൾ അങ്ങനെ താമസിക്കാൻ അനുവാദം കൊടുത്തപ്പോൾ ദൈവം ബിലയാമിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ആരാണ് നിൻ്റെ കൂടെ താമസിക്കുന്ന ജനം? ഇവർ ദൈവത്തിൻ്റെ ജനമാണോ? അല്ല, അത് ദൈവത്തിൻ്റെ ജനമല്ല. ഇങ്ങനെ ബാലാക്ക് ഒരു ഉപദേശം ചോദിച്ച് എൻ്റെ അടുക്കൽ പറഞ്ഞു വിട്ടതാണ്. നീ അവരോട് കൂടെ പോകരുത്. നീ അവർക്ക് ഉപദേശം കൊടുക്കുകയൊന്നും വേണ്ട. നീ അവിടെ താമസിപ്പിച്ചത് തന്നെ തെറ്റാണ്. നീ അവരോട് കൂടെ പോകരുത്, അവരെ പറഞ്ഞയക്കാനായിട്ട്. അങ്ങനെ ബിലയാം പിറ്റേന്ന് തന്നെ ഇവരെ പറഞ്ഞയച്ചു. ഇങ്ങനെ എനിക്ക് ഉപദേശമൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മടങ്ങി പോകാനായിട്ട് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലാക്ക് അതിനേക്കാളും വലിയ സൂത്രശാലിയാണ്. കുറച്ചുകൂടെ നല്ല പ്രഗത്ഭരായിട്ടുള്ള മിഥ്യാന്യ പ്രഭുക്കന്മാരെയും മോവാബി പ്രഭുക്കന്മാരെയും, അതായത് കുറച്ചുകൂടെ സമൂഹത്തിൽ ഉന്നത നിലവാരമുള്ള ആളുകളെല്ലാം ഇവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ നിന്നെ ബാലാക്ക് വിളിക്കുകയാണ്, നീ അവിടെ വരണം, ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. ശരി, നിങ്ങളിവിടെ താമസിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി. ഈവൻ ഈ സ്ഥാനവും മാനവും പണവും പ്രതാപവും ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഇവൻ അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവത്തോട് ഇവൻ ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞ് നീ പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവന് വലിയ സന്തോഷമായി. അങ്ങനെ സന്തോഷമായിട്ട് ഇവൻ പോവുകയാണ്.
അങ്ങനെ പോകുന്ന വഴിയിൽ ഇവനൊരു കഴുതപ്പുറത്ത് കയറിയാണ്, രണ്ട് ബാല്യക്കാരുമായിട്ട് കഴുതപ്പുറത്ത് കയറിയാണ് പോകുന്നത്. ഒരു വലിയ മതിൽക്കെട്ട് പോലെയുള്ള ഒരു സ്ഥലത്തിൻ്റെ ഇടനാഴിയിലൂടെ കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ കഴുത ഒരു വശത്തേക്ക് ഒന്ന് ചാരും, അപ്പോൾ ഇവൻ്റെ കാലൊക്കെ ആ ഭിത്തിയിലോരയും. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്ന് വലതുവശത്തേക്ക് ചാരും, അവിടെ കാലോരയും. അങ്ങനെ കഴുത ഇതിനു മുമ്പ് കാണിക്കാത്ത ചില പ്രകടനങ്ങളെല്ലാം കാണിക്കുകയാണ്. അപ്പോൾ ഇവൻ വേഗം തന്നെ കഴുതയോട് ദേഷ്യപ്പെട്ടു, കഴുതയോട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. കഴുത എന്താ ഇങ്ങനെ കാണിക്കാൻ കാരണം? ഊരിപ്പിടിച്ച വാളുമായിട്ട് ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവനെ വഴിയിൽ തടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അവനോട് പറഞ്ഞതാണ്, നീ അവരുടെ കൂടെ പോകരുത്, നീ അവരെ താമസിപ്പിക്കാൻ തന്നെ പാടില്ലായിരുന്നു എന്നെല്ലാം മുന്നറിയിപ്പ് കൊടുത്തത്. പക്ഷെ അവൻ്റെ മനസ്സിലുള്ള പണത്തോടുള്ള ആഗ്രഹവും സ്ഥാനത്തോടുള്ള ആഗ്രഹവും ബഹുമതിയോടുള്ള ആഗ്രഹവും നിമിത്തം അവനിപ്പോൾ പുറപ്പെടാൻ തയ്യാറായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഉടനെ ദൂതനെ ഇവൻ കാണുന്നില്ല. കാരണം ഈ സമ്മാനങ്ങൾ നോക്കി പോകുന്ന ആളുകളുടെ കണ്ണങ്ങ് കുരുടാകും. സാർശവാക്യങ്ങൾ പറയുന്നുണ്ട്, സമ്മാനം മനുഷ്യൻ്റെ കണ്ണ് കുരുടാക്കുന്നു എന്ന്. അപ്പോൾ സമ്മാനം വാങ്ങി പ്രവചനമൊക്കെ നടത്തുന്ന ആളുകളുടെ കണ്ണ് കുരുടാകും. സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്ന പണം വാങ്ങരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം അവൻ്റെ കണ്ണ് കുരുടായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ദൂതൻ നിൽക്കുന്നത് ഇവന് കാണാൻ പറ്റുന്നില്ല. ഇവൻ പ്രവാചകനാണ്, പക്ഷേ ഇപ്പോൾ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് എതിരെ നിൽക്കുന്നത് പ്രവാചകന് കാണാൻ പറ്റുന്നില്ല. പക്ഷെ പ്രവാചകൻ കയറിയിരിക്കുന്ന കുതിരയ്ക്ക് കാണാം. അങ്ങനെ കഴുതയ്ക്ക് കാണാം. കഴുത എന്ത് ചെയ്തു? അവസാനം അവിടെ അങ്ങോട്ട് കിടന്നു. കഴുത കടന്നു കഴിഞ്ഞപ്പോൾ കഴുതയെ അങ്ങോട്ട് അടിച്ചു. ഇതിനു മുമ്പ് കഴുതനെ അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കഴുതനെ അടിച്ചു. അപ്പോൾ കഴുത പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരു വാളുമായിട്ട് ദൂതൻ നിൽക്കുകയാണ് മുൻപിൽ, എനിക്ക് പോകാൻ പറ്റുമോ? കഴുതയുടെ വായ് ദൈവം അങ്ങ് തുറന്നു. കഴുത അങ്ങ് സംസാരിച്ചു. അപ്പോൾ ഈ കഴുതയുടെ പറഞ്ഞു, എന്തെങ്കിലും വാളുണ്ടായിരുന്നു എന്നെ ഇപ്പോൾ വെട്ടിക്കൊന്നെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഇവൻ ഉടനെ ഞാൻ തിരിച്ചു പൊക്കോളാം, എനിക്ക് അബദ്ധം പറ്റിയെന്നെല്ലാം പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, വേണ്ട, നീ പൊയ്ക്കോ, നീ എന്തായാലും പോകാനായിട്ട് ഉറച്ചു വന്നതല്ലേ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവനെ അയക്കുകയാണ്. പക്ഷേ ദൈവം നിന്റെ നാവിന്മേൽ തരുന്നത് മാത്രമേ നീ പറയാവൂ എന്ന് പറഞ്ഞ് ഇവനെ അയക്കുകയാണ്. അങ്ങനെ ഇവൻ അവിടെ ചെന്നു. അപ്പോൾ എതിരേറ്റ് ബാലാക്ക് വരികയാണ്, ബിലെയാമിനെ എതിരേൽക്കാനായിട്ട് ബാലാക്ക് വരികയാണ്. അങ്ങനെ എതിരേറ്റ് വന്നിട്ട് ജനം ഇങ്ങനെ കിടക്കുന്നത് ഒരു സ്ഥലത്ത് പോയി നിന്ന് ഇവർ കണ്ടു. അതിൻ്റെ ഒരു അറ്റ ഇവർ കണ്ടു, ഈ ഇസ്രായേൽ ജനം കിടക്കുന്നത് കണ്ടു. എന്നിട്ട് പറഞ്ഞു, നീ ജനത്തെ ശപിച്ചാൽ മതി. ഈ മന്ത്രവാദികൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജനത്തെ ശപിക്കുക എന്നുള്ളതാണ്. ദൈവമക്കളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവരെ ശപിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെയാണ് ഈ ബിലെയാം പറയുന്നത്, ആ വിചാരം ഇസ്രായേലിന് പറ്റുകയില്ല, മന്ത്രവാദം യാക്കോബിന് ഫലിക്കുകയില്ല എന്ന് ഇവൻ പറയുന്ന അവിടെയാണ്. കാരണം ഇത് മന്ത്രവാദം പോലുള്ള ഒരു ക്രിയയാണ് ഈ ശാപം എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ ശപിക്കാനായിട്ട് ചെന്നപ്പോൾ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ, ശരി ദൈവം എന്ത് പറയുന്നു അറിയട്ടെ എന്ന് പറഞ്ഞ് യാഗപീഠമൊക്കെ പണിത് കാളനെ കറുത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവൻ ശപിക്കാനായിട്ട് പോയിരുന്നപ്പോൾ ദൈവം അവൻ്റെ വായിൽ ശപിക്കുന്നതിന് പകരം അനുഗ്രഹം ആക്കി കൊടുത്തു. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് പോയ ബിലെയാം ഇപ്പോൾ ജനത്തെ അനുഗ്രഹിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവനാകെ ദേഷ്യം വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നീ എന്തായി കാണിക്കുന്നത്? ഞാൻ നിന്നെ ശപിക്കാനായിട്ടല്ലേ വിട്ടത്, നീ ഇപ്പോൾ ജനത്തെ അനുഗ്രഹിക്കുകയാണോ? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ നാവിൽ ദൈവം തരുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ നിന്നിട്ട് പറയാനായിട്ട് പറഞ്ഞു. അങ്ങനെ 3 സ്ഥലത്ത് മാറി മാറി ഇവനെ കൊണ്ടു നിർത്തി. പക്ഷേ ഇവൻ പറയുന്നതെല്ലാം ശാപവാർത്തകൾക്ക് പകരം ദൈവം അവൻ്റെ നാവിന്മേലെ അനുഗ്രഹമായ വാർത്തകളാക്കി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ബാലാക്ക് കൈയൊക്കെ ഞെരിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വന്ന് ഇവനെ തകർക്കാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ദൈവം പറയുന്നത് മാത്രമേ പറയാം. ഇവിടെ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, ഈ 3ാമത്തെ പ്രാവശ്യം ഇവൻ ശപിക്കാനായിട്ട് പോയി ഇവൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാ, ഈ പ്രവാചകനായിരിക്കുന്ന പറയാ, ഞാൻ ദൈവഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കട്ടെ എന്ന് പറയും. ഇവനൊരു കാര്യം മനസ്സിലായി, ഒരു ന്യായവിധി വരാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ദൈവഭക്തൻ മരിക്കുന്ന പോലെ മരിക്കട്ടെ എന്ന് ഇവൻ ഈ സുഭാഷിതം ചൊല്ലുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇവൻ മരിച്ചെങ്ങനെയാണെന്ന് അറിയാം, വാളുകൊണ്ട് ഇവനെ വെട്ടിക്കൊല്ലരുത്. അപ്പോൾ ഇപ്പോൾ ബിലെയാം ബാലാക്കും തമ്മിൽ ഒരു അസ്വാരസ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവനാണെങ്കിൽ ഈ ബഹുമാനമൊക്കെ ഏറ്റുവാങ്ങി ചെന്നതല്ലേ, വലിയ പ്രഭുക്കന്മാരൊക്കെ വന്ന് വിളിച്ച് വലിയ ആളുകളുമായിട്ട് ബന്ധമൊക്കെ സ്ഥാപിക്കാനായിട്ട് പോയതല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ദൈവമാണ് ഇവിടെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? അവൻ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഉപദേശം പറഞ്ഞു കൊടുത്തു. ഇന്ന് അനേക സഭകളിലും അനേക സമൂഹങ്ങളിലും സംഘടനകളിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില ഉപദേശങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറയുന്ന നിമിത്തം സഭകൾ ക്ഷയിച്ച് ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ ദോഷകരമായ രീതിയിൽ മരിച്ചു പോകുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇവൻ പറഞ്ഞു കൊടുത്ത ഉപദേശം എന്താണെന്ന് പറയുന്നത്, ദൈവം എന്തായാലും ഇവരെ അനുവദിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്തു, ഈ മോവാബി സ്ത്രീകളെ ഇവരുടെ അടുക്കലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണത്തിലൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവർ ചെന്ന് ചില ടെക്നിക്കൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ വീഴിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ബാധ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും, അതേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉപദേശം പറഞ്ഞു കൊടുത്തു. ഇത് നമ്മൾ ഈ സംഖ്യാപുസ്തകം 22-ാം അധ്യായം ഒന്ന് വായിച്ചാൽ കാണുകയില്ല കേട്ടോ. സംഖ്യാപുസ്തകത്തിലുണ്ടത്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കുവിൻ, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കില്ല എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഉപദേശം പറഞ്ഞു കൊടുത്ത് ഇവൻ എന്ത് ചെയ്തു? ഇവൻ ചെന്ന് മോവാബ്യ സ്ത്രീകളോടൊക്കെ പറഞ്ഞു, അതിൽ കാണാൻ നല്ല സുന്ദരികളായ സ്ത്രീകളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ചെല്ലുക, നിങ്ങൾ ചെന്നിട്ട് അവിടെയുള്ള ആ ജനത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുക, അവരെ ക്ഷണിക്കുക എന്നെല്ലാം പറഞ്ഞു. ഈ ദൈവമക്കളെ വീഴിക്കുവാനായിട്ട് പിശാച് പല മാർഗങ്ങളും ഉപയോഗിക്കും. അതൊന്നും നടക്കാണ്ട് വരുമ്പോൾ പിന്നെ ചെയ്യുന്ന ഒരു അടുത്തൊരു സ്റ്റെപ്പാണ് തേൻകെണി. ഇന്ന് സമൂഹത്തിൽ ധാരാളമായിട്ട് അത് കാണാനായിട്ട് സാധിക്കും. യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ വഴിയോ പിശാച് ചെയ്യുന്ന മറ്റൊരു ടെക്നിക്കാണ് തേൻകെണി. സ്ത്രീകളെ അവരുടെ അടുക്കലേക്ക് അയക്കും. ഹലോ ബ്രദർ, ഹലോ പാസ്റ്റർ എന്നെല്ലാം വിളിച്ചുകൊണ്ട് തേൻകെണിയുമായിട്ട് സ്ത്രീകൾ വരും. അതുവരെ നല്ല എരിവോടും നല്ല തീഷ്ണതയോടും കൂടി നിന്ന് ഈ പാസ്റ്റർ, ഈ ബ്രദർ ഈ തേൻകെണിയിൽ വീണ് വലിയ അപകടത്തിലേക്ക് പോയി ചാടുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവഹിതത്തിന് വെളിയിൽ പോകുമ്പോഴാണ് ഈ അപകടമെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ ഇപ്പോൾ മോവാബ് സ്ത്രീകൾ പതുക്കെ ഇവരുടെ കൂടാരങ്ങളിലേക്ക് വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എരിക്കോ സമഭൂമിയിൽ വളരെ ശാന്തമായിട്ട് കിടക്കുന്ന കാട്ടുപോത്തിന്റെ ബലമുള്ള ജനങ്ങളുടെ അടുക്കലേക്ക് കള്ളപ്രവാചകൻ മുഖാന്തരം ഒരു ഉപദേശം കൊടുത്ത മുഖാന്തരം ഇപ്പോൾ ഈ മോവാബ്യ സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലുകയാണ്. മിദ്യാന്യ സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലുകയാണ്. മോവാബ്യ സ്ത്രീകൾ ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് മോവാബ്യരും മിദ്യാന്യരുമായിട്ട് ഇടകലർന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു ബാധ അങ്ങോട്ട് അയച്ചു. 22,000 പേര് മരിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ ഈ പരസംഗത്തിൽ ഏർപ്പെട്ട ഈ മോവാബ്യ സ്ത്രീകളുമായിട്ട് പരസംഗത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു, നിങ്ങൾ വായോ, ഞങ്ങൾ ദേവന്മാർക്ക് ബലി കഴിക്കാനായിട്ട് ഒരു പെരുന്നാളുണ്ട്, ഒരു 16 അടിയന്തരമുണ്ട്. രക്ഷിക്കപ്പെട്ട് സഭാ കൂട്ടായ്മയിലൊക്കെ പോകുന്ന ഒരു 16 അടിയന്തരമുണ്ട്, ഒരു 40 ഉണ്ട്, ഒന്ന് വായോ, ഞങ്ങളുടെ കർമ്മങ്ങളിലൊക്കെ ഒന്ന് പങ്കെടുത്ത് അതിലൊക്കെ ഒന്ന്. അങ്ങനെയല്ലേ നിങ്ങൾ സ്നേഹമുള്ളവർ? അങ്ങനെയല്ലേ ദൈവമക്കൾ? അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ പതുക്കെ 16 അടിയന്തരത്തിന് പോയി അവരുടെ പൂജയിലും പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ അവസാനം എന്തുണ്ടായി? ചില ബാധകളെല്ലാം കയറി വരുന്ന ആളുകളൊക്കെ നമുക്ക് ഇന്നും കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവരുടെ ദേവന്മാർക്ക് ബലിയർപ്പിക്കുവാനായിട്ട് ഇവരെ വിളിച്ചു. തേൻകെണിയിൽ വീണ ഇവർ പോയി ബലിയർപ്പിക്കാനായിട്ട് തുടങ്ങി. ദൈവം ബാധ അയച്ചു. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഈ പരസ്യമായിട്ട് ഈ ബാലിൻ്റെ അടുക്കൽ പോയ ആളുകളെ നീ കൊല്ലണം. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ബാധ നിർത്തലാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കിടന്ന് ദൈവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സമാഗമ കൂടാരത്തിൽ ഇവര് മോശയും ഇസ്രായേൽ ജനവും ഇസ്രായേൽ ഗോത്രത്തിന്റെ പ്രഭുക്കന്മാരും എല്ലാം അവിടെ നിന്ന് ദൈവസേനയിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 വ്യക്തികൾ അങ്ങോട്ട് വരികയാണ്. അതിൽ ഒന്ന് അവിടെ സിമ്രി എന്നു പേരുള്ള അവനൊരു പ്രഭുവിൻ്റെ മകനാണ്. സംഖ്യ 25:14. ഇതൊക്കെ റെഗുലറായിട്ടുള്ളത് കിടക്കുന്നത് ദൈവാത്മാവിൻ്റെ സഹായത്തോടുകൂടി പുസ്തകം വായിച്ച് വേദപുസ്തകം വായിച്ചെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അവിടെ സിമ്രി എന്ന് പറയുന്ന ഒരു പ്രഭുവിൻ്റെ മകനും അതുപോലെ തന്നെ ഒരു മിഥ്യാന്യ ജനാധിപൻ, ഒരു മിഥ്യാന്യ ന്യായാധിപൻ, ഒരു ഗോത്ര പ്രഭുവിൻ്റെ, ഒരു ഗോത്ര രാജാവിൻ്റെ മകളായിരിക്കുന്ന കൊസ്ബിയുമായിട്ട് അവൻ വീണ് കിടക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ, അതായത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ബാധ നിർത്തലാക്കാനായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിൻ്റെ നടുവിലേക്ക് ഇവൻ ഈ കൊസ്ബി എന്ന് പറയുന്ന ഈ ജനാധിപൻ്റെ, ഈ ഗോത്രത്തലവൻ്റെ മകളെയും കൂട്ടിയിട്ട് ഷെമേൻ ഗോത്രത്തിലെ സിമ്രി എന്ന് പറയുന്ന ഒരു പ്രഭുവിൻ്റെ മകനായിരിക്കുന്ന ഇവൻ കൂട്ടിയിട്ട് വരികയാണ്. ഇന്ന് സഭകളിൽ ഈ വലിയ വലിയ ആളുകൾ വലിയ വലിയ അപരാധങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ആരുമില്ല. ആരെങ്കിലൊക്കെ അവിടെ ഉണ്ടാവും. നമുക്കെന്താ അതിൽ തലയിടേണ്ട കാര്യം? വെറുതെ മറ്റുള്ളവരുടെ അപ്രീതി എന്തിനാ പിടിച്ചു വരണമെന്ന് വിചാരിച്ച് അതിനകത്ത് തലയിടാതെ കുറേ ആളുകൾ സഭയിൽ കാണുവാനായിട്ട് സാധിക്കും. സഭാ നേതൃത്വമാണെങ്കിലും അതിനെ ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോശമുണ്ട്, ഗോത്രപ്രഭുക്കന്മാരുണ്ട്, ഗോത്ര നേതാക്കന്മാരെല്ലാം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവസേനയിൽ ഈ ബാധ നിർത്തലാക്കണം. 22,000 ആളുകൾ മരിച്ചു. ഒരു വലിയ ജനസമൂഹത്തിൽ നിന്ന് 22,000 ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. ബാധ നിന്നിട്ടില്ല, എപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുക. ജനം എന്ത് ബാധ ഉണ്ടായെന്ന് നമുക്കറിയില്ല. ഒരു ബാധ മൂലം ജനം മരിച്ചുകൊണ്ടേയിരിക്കുക. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു കൂസലുമില്ലാതെ ഒരു ഗോത്രത്തലവൻ്റെ മകളെയും പിടിച്ചുകൊണ്ട് അവിടുത്തെ ഒരു പ്രഭുവിൻ്റെ മകൻ ഇങ്ങ് വരികയാണ്. അവൻ ഈ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ നടുവിലൂടെ അവനങ്ങ് പോവുകയാണ്. ആ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ നിന്ന്, ആ സഭയുടെ മധ്യം നിന്ന് ഫിനെഹാസ് എന്ന് പറയുന്ന ഒരുത്തൻ കൊണ്ട് എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ് ഇവർ പതുക്കെ ഇവരുടെ കൂടാരത്തിലേക്ക് പോയ സമയത്ത് അവൻ പതുക്കെ എഴുന്നേറ്റ് ഒരു കുന്തമെടുത്ത് പിന്നാലെ ചെന്നിട്ട് 2 എണ്ണത്തിൻ്റെ ഉദരം കുത്തി തുളയുന്ന രീതിയിൽ അവരെ അങ്ങോട്ട് കുത്തി. ബാധ സ്റ്റോപ്പ്, ബാധ നിർത്തലായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ സഭയിൽ നിന്റെ നേതൃത്വം ഒരുപക്ഷെ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ തീഷ്ണത നടപ്പിലാക്കുവാൻ നീ എഴുന്നേറ്റാൽ, നീ ഇന്ന് കുന്തം കൊണ്ട് കുത്താനൊന്നും പോണ്ട. ദൈവത്തിന് വേണ്ടി എരിവുള്ളവനായിട്ട് നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. വലിയ അത്ഭുതങ്ങൾ ദൈവം നടത്തും. അവിടെ സംഭവിച്ചെന്താണെന്നറിയാവോ? അതോടുകൂടി ബാധ നിർത്തലായി. ദൈവം പറയാണ്, എൻ്റെ തീഷ്ണത അവൻ നടപ്പിലാക്കി. ദൈവം തീഷ്ണതയുള്ളവരെ അന്വേഷിക്കുകയാണ്. നിന്റെ സഭയിൽ നീ ഒരു തീഷ്ണതയോടുകൂടി ദൈവത്തിൻ്റെ എരിവിന് വേണ്ടി നിൽക്കുവാൻ നീ തയ്യാറാണോ? ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇയാളിതൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് നിങ്ങളുടെ മനസ്സിൽ, ഞാനത് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സമൂഹത്തിൻ്റെ മുൻപിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. ഒരു സഭാ നേതൃത്വത്തിൻ്റെ മുൻപിൽ, ഒരു വലിയ സഭാ നേതൃത്വത്തിൻ്റെ
മുൻപിൽ അവർ ദുരുപദേശമായിട്ട് വന്നപ്പോൾ ഞാൻ അതിനെ എതിർത്തു. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായെന്ന് പറഞ്ഞവർ പോലും ആ സാഹചര്യം വന്നപ്പോൾ അവരെല്ലാം മാറിപ്പോയി. എന്നാൽ ഞാൻ അതിനെ എതിർത്തു. ദൈവം ഫിനെഹാസിനോട് പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ സമാധാന നിയമം ഞാൻ സ്ഥാപിക്കുകയാണ്, നിന്റെ തലമുറകളിലേക്ക് ഞാൻ സമാധാനമായിട്ടെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഉടമ്പടി ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ തീഷ്ണതയ്ക്ക് വേണ്ടി നീ എഴുന്നേൽക്കുമോ? അത് നീ സഭയിൽ ഒരു ഒത്തുതീർപ്പുകാരനായിട്ട് ഇരിക്കുകയാണോ? അല്ല, നീ എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ ഫിനെഹാസിൻ്റെ ആ ഒരു തീഷ്ണത, അത് ദൈവത്തിൻ്റെ ഒരു തീഷ്ണതയായിരുന്നു. കാരണം ഇത് ചെയ്യാനായിട്ട് അവിടെ ആരുമില്ല. മോശ കാര്യം ഇത്രയും ജനത്തെ നയിച്ചുകൊണ്ട് വരുന്നൊരു നേതാവാണ്. മോശ പോലും അതിന് തയ്യാറായില്ല. എന്നാൽ ഫിനെഹാസ് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ തീഷ്ണതയാൽ ജനം നശിച്ചുകൊണ്ടിരിക്കുക, വാദമുഖാന്തരം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ ദൈവത്തിൻ്റെ തീഷ്ണത അവൻ നിറവേറ്റുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ചെയ്തപ്പോൾ ദൈവം അവനെ മാനിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഉടനെ ബാധ നിർത്തലായി. നമുക്കിൽ നിന്ന് ഒത്തിരി ആത്മീക പാഠങ്ങൾ ഈ ഭാഗത്തുനിന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒന്ന്, ഫിനെഹാസ് 106 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് അതാണ്. അവിടെ അപ്പോൾ ഫിനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലായി. ഇസ്രായേൽ ജനത്തിനൊരു ബാധ തട്ടി. ഇപ്പോൾ അത് എഴുന്നേറ്റ് ആ ബാധ നിർത്തലാക്കുവാൻ ദൈവത്തിൻ്റെ തീഷ്ണതയോട് എഴുന്നേറ്റ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫിനെഹാസാണ്. ഒത്തിരി ഈ വീഡിയോ നീണ്ടുപോകുമെന്നുള്ളതിനെ ഉള്ളതുകൊണ്ട് ഒത്തിരി ഇതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ അവിടെ ശിത്തീമിൽ ഇസ്രായേൽ ജനത്തിനുണ്ടായ ഒരു ബാധ നിർത്തലാക്കുവാൻ ഫിനെഹാസ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റു. നീ സഭയുടെ ആലയത്തിൽ ഒരു തൂണായി തീരണമെങ്കിൽ നീ അവിടുത്തെ മൂപ്പനാകണ്ട, പാസ്റ്റർ ആകണ്ട, നീ അവിടുത്തെ ഉപദേശിയോ സുവിശേഷകനോ സുവിശേഷകയോ ഒന്നും ആകണ്ട. എന്നാൽ നീ ഒരു ജയാളിയാണെങ്കിൽ നിനക്ക് സഭയുടെ തൂണാകുവാനായിട്ട് സാധിക്കും. തൂണെന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ സഭ താങ്ങി നിർത്തപ്പെടുന്നത്. നിനക്ക് അവിടെ അധികാര സ്ഥാനങ്ങളൊന്നും കിട്ടിക്കാണുകയില്ല. നിനക്ക് കൃപയുള്ളതുകൊണ്ട് നിന്നെ അവിടെ ആരും അംഗീകരിച്ച് കാണുകയില്ല. പക്ഷെ എന്നാൽ നീ ദൈവത്തിൻ്റെ എരിവോടെ അവിടെ നിൽക്കുമെങ്കിൽ ദൈവം നിന്നെ സഭയുടെ ആലയത്തിൻ്റെ തൂണാക്കും എന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ സഭാ നേതൃത്വം തെറ്റായ ഒരു മാർഗത്തിലേക്ക് പോകുമ്പോൾ, നിന്റെ സഭയിൽ വന്ന മറ്റ് സഭയിലുള്ള ആരെങ്കിലും ഒരു കള്ള ഉപദേശിയോ ഒരു കള്ള ദീർഘദർശിയോ വന്നിട്ട് ദുരുപദേശം പ്രസ്താവിക്കുമ്പോൾ അതിനെ കണ്ണടച്ച് സ്വീകരിക്കാൻ ഇരിക്കരുത്. നീ എഴുന്നേറ്റ് അതിനെ എതിർക്കണം. ദൈവത്തിൻ്റെ തീഷ്ണത നിന്നിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ തീഷ്ണതയോടെ നാം നിൽക്കുമെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ സമാധാന നിയമം നമ്മുടെ മേൽ വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവസഭയിൽ എരിവോടെ നിൽക്കുവാൻ അനേക കള്ള ദീർഘദർശിമാർ വന്ന് സഭയെ നശിപ്പിക്കുവാൻ പിശാചിൻ്റെ ആത്മാവുമായിട്ട് വരുമ്പോൾ, അങ്ങനെയുള്ള ബിലയാമിനെ പോലെയുള്ള ദുരുപദേശം പ്രസ്താവിക്കുന്ന ബിലയാമിൻ്റെ ഉപദേശം, ബാൽപേരിനോട് ചേർന്ന് സഭയെ നശിപ്പിക്കുവാനുള്ള ബിലയാമിൻ്റെ ഉപദേശം പ്രസ്താവിക്കുന്ന അനേക ഹൈറാർക്കി സിസ്റ്റങ്ങളുള്ള സംവിധാനങ്ങൾ ഇന്ന് സഭകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇന്നയാളുടെ മോനല്ലേ, അത് ഇന്നയാളുടെ മോളല്ലേ, അത് സാരമില്ല, അതങ്ങ് ക്ഷമിച്ചു കളയാമെന്ന് സഭാ നേതൃത്വം തീരുമാനിക്കുമ്പോൾ നീ എരിവോടെ നിൽക്കുമെങ്കിൽ ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെ ഇരിക്കും. നീ വചനം ഏതോ ഒരു സഹോദരനോ ഏതോ ഒരു സഹോദരിക്കോ ഏതോ ഒരു സഭയിലുള്ള ഏതോ ഒരു ഞരങ്ങുന്ന ഒരു വിശ്വാസിയുടെ അടുക്കിലേക്കായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ തന്നെ മറ്റുള്ള സഭാ നേതൃത്വങ്ങൾ ഒരു മാനസാന്തരത്തിന് ഇതൊരു മുഖാന്തരമായിട്ട് എടുക്കുവാൻ തന്നെ വചന കേൾവി ഇടയാകട്ടെ. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചും ദൈവത്തോട് ചോദിച്ചിട്ടൊക്കെയാണ് ഓരോ വീഡിയോകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നമ്മയെല്ലാം കൂടുതൽ ശുദ്ധീകരിക്കേണ്ടതിനും കൂടുതൽ ദൈവത്തിൻ്റെ കൃപയാൽ നടത്തപ്പെടേണ്ടതിനും കൂടുതൽ അഭിഷേകത്താൽ നിറയപ്പെടേണ്ടതിനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് പ്രയോജനപ്പെടേണ്ടതിനും പൈശാചിക ശക്തികളെ അവരുടെ കോട്ടകൾ ഇടിച്ച് മുന്നേറേണ്ടതിനും ഇന്നത്തെ വചനക്കേൾവി മുഖാന്തരമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങ് അത്രയും നല്ലവൻ. അങ്ങയ്ക്ക് വേണ്ടി എരിവോടെ നിൽക്കുന്നവരുണ്ടോ എന്ന് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവേ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിലെ മനുഷ്യപുത്രന്മാരെ നോക്കുന്നുവെന്ന് അങ്ങയുടെ വാനത്തിൽ പറയുന്നു കർത്താവേ. അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സഭയിൽ, ഒരു സംഘടനയിൽ, ഒരു സമൂഹത്തിലെ, ഒരു ഗ്രാമത്തിലെ, ഒരു പട്ടണത്തിലെ കർത്താവെ ഇടിവിൽ നിൽക്കുന്ന ആളുകളുണ്ടോ എന്ന് അവിടെ നോക്കുകയാണ് കർത്താവെ. ഇന്ന് വചനം കേട്ട മക്കളെ നീ അനുഗ്രഹിക്കണമേ കർത്താവ്. ഈ വചന കേൾവി അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനും ഒരു നന്മയ്ക്കും കാരണമായി തീരണമേ കർത്താവ്. കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുവാനുള്ള തിരിച്ചറിവും വിവേകവും പരിജ്ഞാനവും നീ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, നിന്റെ സഭകളെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയാൽ നീ ഞങ്ങളെ വീണ്ടെടുത്തു കർത്താവെ. നീ നിന്റെ പ്രവൃത്തി തികയ്ക്കും. യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. അടിയനും വചനം തന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവമെത്ര രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.